ഇടുക്കി ഉപ്പുതറയിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സജീവിന്റെയും കുടുംബത്തിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സജീവിന്റെ ഭാര്യ രേഷ്മ 2 മാസം ഗർഭിണിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. 4 പേരുടെയും മൃതദേഹങ്ങൾ ഉപ്പുതറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുടെ ആരോപണത്തിൽ ഉപ്പുതറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉപ്പുതുറ 9 ഏക്കർ സ്വദേശി സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവരുടേത് തൂങ്ങിയ മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കുട്ടികളെ കെട്ടിത്തൂക്കിയ ശേഷം സജീവനും ഭാര്യയും ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ രാവിലെ 7-നും 9 മണിക്കുമിടയിലാണ് മരണം നടന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. രേഷ്മ 2 മാസം ഗർഭിണിയായിരുന്നു. കടബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് നിഗമനം. നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവർ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് അവർ നിലവിൽ ഇവരുടെ സ്ഥലം വിറ്റിട്ടാണെങ്കിലും ഈ ഫൈനാൻസ് ക്ലോസ് ചെയ്തോളാം, അത് കുടിശ്ശികയല്ലേ തീർത്തോളാം എന്ന് പറഞ്ഞാണ്. അതിനുള്ളൊരു സാവകാശം അവർ കൊടുത്തില്ലെന്നാണ് പറയുന്നത്. ഏലപ്പാറയിലുള്ള അതിൻ്റെ ഒരു ജീവനക്കാരൻ ഈ വീട്ടുകാരെ എല്ലാം അച്ഛനെ അമ്മേനെയൊക്കെ വിളിച്ച് നിരന്തരമായ ഒരു ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ മാനസികമായിട്ടുള്ള മനംനൊന്താണ് നടത്തിയിട്ടുള്ളതെന്നാണ് സംഭവിച്ചെന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനം. സ്ഥാപനത്തിനെതിരെ നടപടി ഉറപ്പായിട്ടും ഉണ്ടാകണം. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സജീവ് കട്ടപ്പനയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും 3 ലക്ഷം രൂപ വായ്പയെടുത്ത് ഓട്ടോറിക്ഷ വാങ്ങിയിരുന്നു. 5 മാസം പണം തിരിച്ചടച്ചെങ്കിലും കഴിഞ്ഞ മാസത്തെ 8500 രൂപയുടെ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. ആത്മഹത്യക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസ് കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കും. കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നു എന്ന സജീവിന്റെ അച്ഛന്റെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തും. ന്യൂസ് മലയാളം, ഇടുക്കി.